എത്ര നേരം വെച്ചാ കാത്തിരിക്കുക? എപ്പ വരും എപ്പ പോകുമെന്നൊന്നും പറയാതാണോ അവള് പോകുന്നേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും അധികം വൈകില്ല. അവര് വന്നെന്ന് തോന്നുന്നു. ആരാണാവോ? വാ നോക്കാം. കണ്ടോ? അവള് കാണിച്ചത് കണ്ടോ? എത്ര ദുഷ്ടയോ ആവട്ടെ, ഇത്രയും ദൂരം അവളെ കാണാൻ വന്ന അവളുടെ ഭർത്താവിന്റെ അമ്മയല്ലേ ഞാൻ. എപ്പോ വന്നു ചോദിക്കാലോ, അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചോന്ന് ചോദിക്കാലോ. എന്നോട് ദേഷ്യമാണെന്ന് വെക്കാം. എന്റെ ആങ്ങളെ ഇരിക്കുന്നുണ്ടല്ലോ, അവളുടെ ഭർത്താവിന്റെ അമ്മാവനല്ലേ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാലോ. അങ്ങനെ സ്നേഹത്തോടെ മിണ്ടാവുന്ന ഒരവസ്ഥയിലല്ലല്ലോ ചേച്ചി നിങ്ങൾ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ എന്റെ ചേച്ചിയോട് കാണിച്ച എല്ലാ ക്രൂരതകൾക്കും നല്ല ഭംഗിയായിട്ട് പകരം വീട്ടാൻ അറിയാഞ്ഞിട്ടല്ല. യോജിച്ചു പോവാൻ പറ്റുമെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചു തന്നെയാ വലിയ നടപടികളിലേക്കൊന്നും പോവാതെ സ്റ്റേഷനിൽ വെച്ച് പരാതി പറഞ്ഞ് പരിഹാരം കണ്ടത്. ഇല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛനെന്താ ഒന്നും പറയാത്ത? മോളെ, ഇവര് കാണിച്ചതും ശാരിക കാണിച്ചതും രാജീവ് ശാരിയോട് കാണിച്ചതുമെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇര കീറി ചെകഞ്ഞ് അതിനെ വീണ്ടും പ്രാണപ്പെടുത്തിയിട്ട് എന്ത് കാര്യമിരിക്കുന്നു? പൊന്നി, ഇത് നിനക്കെന്തെങ്കിലും വാങ്ങി കഴിക്കാനോ കുടിക്കാനോ ഒക്കെയുള്ള കാശുണ്ട്. അപ്പോ ഇന്ന് സത്യാമ്മ വരുന്നില്ലേ? ഇല്ല, ഇന്ന് എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. ശരി. ആ പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമേഴ്സിനെ ഒന്നും വിട്ടുപോകരുത്. അറിയാലോ നിനക്കെല്ലാരെയും. ഞാൻ എഴുതി തരണോ? വേണ്ട സത്യാമ്മേ, ഞാനത് വേണ്ട രീതി തന്നെ ചെയ്തോളാം. എന്നാ പിന്നെ പൊയ്ക്കോ. സർ, ഭാമ വരുന്നില്ലേ കൂടെ? ഇല്ല, എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. രാഘവേട്ട, ഇനിയെങ്കിലും കാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറ. നിങ്ങൾ അറിയാതെ ഈ പേപ്പർ ഇവിടെ വരില്ല. എന്റെ ഭാമേ, ഞാനിപ്പോ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് പേപ്പറിനെ പറ്റി ഒരു അറിവുമില്ല. നീ നോക്കിയേ, അത് ഞാൻ എഴുതിയല്ല, അത് എന്റെ കേശമല്ല. നീ ഇത് എപ്പോ ചോദിച്ചാലും ഞാൻ അതേ പറയൂ. കാരണം എനിക്കറിയാവുന്നല്ലോ, എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ പിന്നെ എങ്ങനെ നമ്മുടെ മുറിയില് ഈ കടലാസ് വന്നു? നമ്മൾ രണ്ടുപേരും അല്ലാതെ ആരാ ഇവിടെ ഉള്ളത്? ഇനിയിപ്പോ പൊന്നു പിള്ളയെ വന്നാലും, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് അവർക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് ഉറപ്പുണ്ട്.
നിങ്ങൾ മൂലമല്ലാതെ ഈ ലെറ്റർ അവിടെ വരില്ല. യ്യോ, എന്റെ ഭാമേ, എനിക്ക് വയ്യ. എന്റെ ഭാമേ, ഇത് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്താൽ എനിക്ക് പറയാൻ പറ്റൂ. അതെ, സത്യയുടെ കാര്യത്തിൽ നീ കാണിക്കുന്ന പിടിവാശി അറിയുന്ന ആരോ ഒരാള് അയാളുടെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയതാ ഇത്. അങ്ങനെ എന്നെ ചിന്തപ്പാടിലാക്കിയിട്ട് ആർക്ക് എന്ത് പ്രയോജനം ഇതിന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇടയിൽ മാത്രം സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഒരു കാര്യം പുറത്തുള്ള ഒരാളിലേക്ക് എങ്ങനെ എത്താനാ? രാഘവേട്ട, എനിക്കിത് അന്താരാഷ്ട്ര പ്രശ്നം തന്നെയാ. ഞാൻ വർഷങ്ങളായി അറിയാൻ ആഗ്രഹിച്ച് നടന്ന സത്യങ്ങളായത്. അതാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. രാഘവേട്ട, ഇത് സത്യമാണെങ്കിൽ ഞാൻ ആ ശാലിനിയോടും കുഞ്ഞിനോടും ചെയ്തത് കടുത്ത ദ്രോഹമായിട്ട് മാറും. ഓർക്കാനാവാത്ത തെറ്റായിട്ട് മാറും. രാഘവേട്ട, ഓർത്തോർത്ത് ജീവിതകാലം മുഴുവൻ കരയാനുള്ള തീരാത്ത സങ്കടമായിട്ട് ഇത് മാറും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. രാഘവേട്ട, ഈ എഴുതിയതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഇപ്പത്തെ എന്റെ പ്രശ്നം ഈ പേപ്പറില്ലേ? ഇങ്ങനെ പേപ്പറോടെ കൊണ്ടൊന്നും ആരും വെച്ചിട്ടില്ല, ആരും എഴുതിയിട്ടില്ല. രാഘവേട്ട, ഓ, തീർന്നില്ല എന്റെ പ്രശ്നം. ഓരോ തോന്നിയാസം നടക്കും. ഇനി ഇതിനെ മിണ്ടി പോരുന്നു. രാഘവേട്ട, എന്റെ പണിയാക്കി പോ. ചുമ്മാ ഇവിടുത്തെ ഓരോ പേപ്പർ എടുത്തു വന്നിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കാനായിട്ട്.